നിങ്ങൾക്കൊരു വിചാരമുണ്ട്, അവൻ നല്ലവനായാൽ എല്ലാവരും ബഹുമാനിക്കുമെന്ന്. പക്ഷെ ഒരു തെറ്റായ ഒരു കാര്യമാണ്, ആണുങ്ങൾ നല്ലവനായാൽ ആരും ബഹുമാനിക്കില്ല. ഇതൊരു ഹാർഷ് ട്രൂത്താണ്. ഇതൊരു ഫെമിനിസം അല്ല, ഇതൊരു മസ്കുലിനിറ്റിയും അല്ല, ഇതൊരു റിയാലിറ്റി മാത്രമാണ്. ഒരാണ് ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ അവർ നിങ്ങൾ നല്ലവനാണെന്ന് നോക്കുമോ? നോക്കില്ല. നിങ്ങൾ ഹോണസ്റ്റ് ആണോ നോക്കുമോ? നോക്കില്ല. മൊറാലിറ്റി നോക്കുമോ? നോക്കില്ല. എന്താ നോക്കുക? ബാലൻസ് ഷീറ്റ് മാത്രമേ നോക്കുള്ളൂ. സിബിൽ സ്കോർ നല്ലതാണോ, ക്രെഡിറ്റ് സ്കോർ നല്ലതാണോ എന്നും കൂടി മാത്രമേ നോക്കുള്ളൂ. നിങ്ങൾ പണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും, നിങ്ങൾക്ക് കോഫി വരും, നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും. പക്ഷെ നിങ്ങൾ സാധാരണക്കാരനാണെങ്കിലോ, കാശ് എടുക്കാൻ വെയിറ്റ് ചെയ്യണം, കാശ് കൊടുക്കാൻ വെയിറ്റ് ചെയ്യണം, ലോൺ കിട്ടില്ല, ലോണിന്റെ ആവശ്യത്തിന് അപേക്ഷിച്ചാൽ 100 പേപ്പറിന് വേണ്ടി നിങ്ങൾ ഓടേണ്ടി വരും. ഈ ലോകം നോക്കുന്നത് കപ്പാസിറ്റിയാണ്, അല്ലാണ്ട് നിങ്ങൾ നല്ലവനാണോ എന്നല്ല. അതുപോലെ തന്നെ ഒരു പൊതു ഇടത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് റെസ്പെക്ട് വേണമെങ്കിൽ ജനങ്ങൾ എന്താ നിങ്ങളെ നോക്കുക? ആദ്യം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലതാക്കേണ്ടത്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്ന് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം അവിടെ ഒരു ലീഡർ മെറ്റീരിയലാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ ഓവർ വെയിറ്റ് ഉള്ള ഒരുത്തനാണെങ്കിൽ നിങ്ങൾ വീക്ക് ആണ് എന്നുള്ളത് എല്ലാവരും അപ്പോൾ തന്നെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ നല്ലവനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ സ്കില്ല് മാത്രമേ നോക്കുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ നല്ലവനാണോ മോശമാണോ എന്ന് ആരും നോക്കില്ല. നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ, റെസ്പെക്റ്റും കിട്ടും, ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. പക്ഷെ നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിലോ അവർ പറയണത് കേൾക്കണം, വേണച്ചാൽ അവരെ നിങ്ങൾ പുറത്താക്കുക അടക്കം ചെയ്യും. അവിടെ ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നല്ലവനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ സ്കില്ല് മാത്രമാണ് നോക്കുന്നത്. കാരണം നല്ലവനെ എല്ലാവരും ഉപയോഗിക്കും. നൈസ് മെൻ ആൻഡ് യൂസ്ഡ്. നിങ്ങൾക്ക് ബൗണ്ടറീസ് ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ആരെപ്പോൾ വിളിച്ചാലും നിങ്ങൾ വേഗം ഓടിപ്പോവും. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ അവരെന്തായാലും നിങ്ങളെ വില വയ്ക്കുകയില്ല. നിങ്ങൾ വെറും യൂസ്ഡ് ആവുകയുള്ളൂ. നിങ്ങൾ എങ്ങാനും മെന്റലി ഡൗൺ ആവുകയാണെങ്കിലോ, നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണെങ്കിലോ നിങ്ങൾ നോ എന്ന് പറയില്ല. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ മറച്ചു വെക്കുകയുള്ളൂ. നിങ്ങൾ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ആരുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുകയില്ല. അവിടെ നിങ്ങൾ ഇഗ്നോർ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പറ്റാത്ത കാര്യം പറ്റില്ല എന്നും പറയണം. അൺടൈമിൽ വിളിച്ചാൽ ഫോൺ എടുക്കാനും പാടില്ല, ആര് വിളിച്ചാലും പെട്ടെന്ന് ഓടിപ്പോവാനും പാടില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനം വേണം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി റെസ്പെക്ട് വരും. വീക്ക് മെൻ ആർ അബ്യൂസ്ഡ്, റൂത്ത്ലെസ് മെൻ ആർ റെസ്പെക്റ്റഡ്. അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവർ പീഡിപ്പിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, മെന്റലി അവർ എന്തായാലും നിങ്ങളെ പീഡിപ്പിക്കും. പക്ഷെ നിങ്ങൾ റൂത്ത്ലെസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലോ എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, നിങ്ങളെ പേടിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പേടിക്കുകയാണ്. ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണിച്ചാൽ കാത്തിരിക്കുകയായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനവും വേണം. നിങ്ങൾ അതിനെപ്പറ്റി മറ്റുള്ളവർക്ക് ചോദിക്കാനും പാടില്ല. അവിടെ നിങ്ങൾക്ക് ആളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം പാടില്ല. ഒരാൾ പോയാൽ വേറൊരാൾ വരും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ റൂത്ത്ലെസ് എന്ന് ഉദ്ദേശിച്ചത് കരുണയില്ലാത്തവൻ എന്നല്ല. ഇമോഷണലി മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ അവിടെ ഇടം കൊടുക്കാണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പറ്റില്ലാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയണം. അവർ നഷ്ടപ്പെട്ടാലും ശരി, നഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അവരെ കെയർ കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, അതൊന്നും നിങ്ങൾ വകവയ്ക്കാൻ പാടില്ല. ഒരു ഫാമിലി സൈക്കോളജി ഞാൻ പറയാം. എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള മകനെയാണ്. എല്ലാ കുട്ടികൾക്കും വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ഛനെയാണ്. എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രദറിനെയാണ്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഭർത്താവിനെയാണ്. അങ്ങനെ സ്ട്രോങ് ആവണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനം വേണം. അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കരുത്. നിങ്ങളായിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത്. അവരുടെ അടുത്തൊന്നും ചോദിക്കാനും കൂടി പാടില്ല. പറ്റില്ല എന്ന് തന്നെ പറയുക. നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ആണാണെങ്കിൽ ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങൾ ബ്രോക്കൺ ആയിട്ടുള്ള ആണാണെങ്കിൽ ആരും നിങ്ങളെ കെയർ ചെയ്യുകയില്ല. നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അഡാപ്റ്റ് ചെയ്യും. സ്ത്രീകൾക്കൊരു സുരക്ഷിതം തോന്നുകയും ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കാരണം സ്ട്രെങ്ത് ഒരു അറഗൻസ് അല്ല, സ്ട്രെങ്ത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് റൂത്ത്ലെസ് ആയിട്ടുള്ള കരുണയില്ലാത്ത ഒരുത്തിന് മാത്രമേ കഴിയുള്ളൂ. നിനക്കൊന്ന് കരുണ കാട്ടിക്കൂടെ, നിനക്കൊന്ന് സഹായിച്ചൂടെ എന്നൊക്കെ അവർ താഴ്ന്നു ചോദിക്കുകയായിരിക്കും. പക്ഷെ പറ്റില്ലാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയുക. സഹായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കില്ല എന്ന് തന്നെ പറയുക. അല്ലാണ്ട് ഞാൻ നോക്കട്ടെ, ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യ് എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. സഹായിക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ സഹായിക്കില്ല എന്ന് തന്നെ പറയുക. ഇത് ഞാനിവിടെ പറയാൻ കാരണം അത്യാവശ്യം ഒരു 15 വയസ്സ് മുതൽ ഒരു 28 വയസ്സ് 30 വയസ്സ് വരെയുള്ള ആണുങ്ങളെ എല്ലായ്പ്പോഴും സ്ത്രീകളോട് അപ്രൂവൽ ചോദിക്കണം ഞാനിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളോട് നിങ്ങൾ അപ്രൂവൽ ചോദിക്കേണ്ട ആവശ്യമില്ല.
ആരുടെ അടുത്ത് നിങ്ങൾ അപ്രൂവൽ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തീരുമാനം എന്താണോ അത് അവിടെ ചെയ്തു വെക്കുക. നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് പറ്റില്ല എന്ന് പറയുക. പല ഓഫീസ് സ്ഥലത്തും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലരെയും വെയിറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നേരെ മാർഗം റൂം പോകാൻ പറ്റാത്തത്, വെറുതെ ആവശ്യമില്ലാണ്ട സമയം കളയുന്നത്, ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ സമയമായാൽ നിങ്ങൾക്ക് ഇറങ്ങി പോവുക തന്നെ വേണം. നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ നല്ലവനാണെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ വേണച്ച മിണ്ടാണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ഈ ലോകം നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും തയ്യാറാവും.